നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലക്ഷ്മിപ്രിയ നല്ല ഒരു പെടലാണ് പെട്ടിരിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, അതായത് അവരെന്തൊക്കെ ഉദ്ദേശിച്ചോ അതൊന്നും നടന്നതുമില്ല. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം നാറി കുത്തുവാളെടുത്തു എന്നുള്ളതാണ്. അതായത് അവരുടെ കുടുംബജീവിതത്തിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് ഇപ്പോഴും ലക്ഷ്മിപ്രിയ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് അവരുടെ നാക്ക് തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അവരുടെ നാക്ക് അതുപോലെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ബിഗ് ബോസ് മുതലേ അതുപോലെ തന്നെ നീന കുറുപ്പിനെയൊക്കെ വിളിച്ച് പരസ്യമായിട്ട് ഇങ്ങനെ തെറി പറയണമെങ്കിൽ അതിൽ അവരുടെ നാക്കിന് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പാവം ഭർത്താവ് ആ മനുഷ്യന് ചേരേണ്ട ഒന്നും അല്ലായിരുന്നു. ആ പാവം ഇന്ന് വന്നിട്ട് ഫേസ്ബുക്കിലൊക്കെ ലൈവൊക്കെ ഇട്ടിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അതായത് ഇതിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കലങ്ങി മറിഞ്ഞിപ്പോഴേ കൃത്യമായിട്ട് ബൂമർ പോലെ നമ്മുടെ ലക്ഷ്മിപ്രിയയുടെ നെഞ്ചത്തോട്ട് തന്നെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ ഒരു കെട്ടിപ്പിടി ഉണ്ടല്ലോ, ഇത് കണ്ട, നിങ്ങളൊരു കെട്ടിപ്പിടി കണ്ട. ഈ കെട്ടിപ്പിടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീന കുറുപ്പിനെ, അതായത് തെറിവിളിച്ചതിനുള്ള ആ ഒരു സങ്കടവും ടെൻഷനും കൊണ്ടുള്ള ഒരു കെട്ടിപ്പിടിയാണ്. ഞങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇതോടുകൂടി തീർന്നു എന്ന് ലക്ഷ്മിപ്രിയ ചേച്ചി അങ്ങനെ അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. സുഹൃത്തുക്കളെ, പ്രഖ്യാപിക്കുകയാണ്. അതായത് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം. ഉമ്മ കൊടുക്കല് മാത്രമേ ഉള്ളൂ. അതാണ് ആരെ പെണ്ണെങ്കിലും പെട്ടെന്ന് തന്നെ പോയിട്ട് പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് കെട്ടിപ്പിടിക്കുന്ന ഒരു സ്വഭാവക്കാരിയാണ് നമ്മുടെ ലക്ഷ്മിപ്രിയ ചേച്ചി, പറയാതിരിക്കാൻ വയ്യ. ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പി അഷ്റഫ് ഖ വന്നിട്ടുണ്ടെന്ന്. ആലപ്പി അഷ്റഫ് ഖ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം കുറേ നാള് മുമ്പ് ഒരു വീഡിയോ ചെയ്തിന്, ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പേരുകളോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടികൾ മാത്രമേ പറയുന്നുള്ളൂ. അതായത് അവരുടെ ആ ഒരു കേസും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഇയാൾ പ്രതികരിച്ച ഒരു കാര്യം നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഇനി ഏറ്റവും അവസാനമായി ഉടലെടുത്ത ഗൗരവമായ മറ്റൊരു സംഭവമുണ്ട്. അമ്മയുടെ ഉന്നത ഭാരവാഹിത്വം വഹിക്കുന്ന രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ്. അത് സംഘടനയിൽ ഒതുങ്ങാതെ പോലീസ് സ്റ്റേഷൻ കയറിയ വിഷയവുമാണ്. അതിനെക്കുറിച്ച് വിശദമായി അറിയണമെങ്കിൽ തൃപ്പൂണിത്തറ ഹിൽ പാലസ് വനിതാ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് അന്വേഷിച്ചാൽ മതിയാകും. സംഗതി നടന്നിട്ട് ഒരുപാട് ദിവസങ്ങളൊന്നുമായിട്ടില്ല, ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഒരു നടിയുടെ കുടുംബ ജീവിതത്തെ അപ്പാടെ ഉലച്ച ഒരു പ്രശ്നമായതുകൊണ്ട് എനിക്കത് ഇവിടെ പറയുന്നതിനും വിശദമായി വിവരിക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം വ്യക്തമാക്കാം, ഭാരവാഹിത്വം വഹിക്കുന്ന ഒരു സ്ത്രീ മറ്റൊരു ഭാരവാഹിത്വം വഹിക്കുന്ന സ്ത്രീക്കിട്ട് വെച്ച ആറ്റം ബോംബാണത്. അവസാനം പാരപണിത ഭാരവാഹിക്ക് പോലീസ് സ്റ്റേഷനിലെത്തി മാപ്പെഴുതി വെച്ച് തടി ഉരുണ്ടിയും വന്നു. ഇനി അങ്ങോട്ട് എന്തെല്ലാം കാണാനും കേൾക്കാനും കിടക്കുന്നു. അത് അന്നത്തെ ഒരു പ്രശ്നമാണ്. അതായത് അൻസിബയെ അന്ന് കൊണ്ടുപോയി മാപ്പ് എഴുതി വെച്ചു, പുറത്തു വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം നമ്മൾ എല്ലാവരും കണ്ടതാണ്. അന്ന് തന്നെ നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, കുടുംബജീവിതം തകർക്കാൻ വേണ്ടി മാത്രമുള്ള അതിനും മാത്രമുള്ള പ്രശ്നം എന്താണ്, എവിടെയാണ് അതിനും മാത്രമുള്ള പ്രശ്നം എന്നൊക്കെ നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തൊന്നും വരുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഇതിൻ്റെ അകത്ത് എന്തോ ഒരു വലിയ കളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ആദ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെയും അങ്ങനെ ഉദ്ഘാടനത്തിന് പോയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞവര് പിന്നീട് എന്ന് പറഞ്ഞാൽ അൻസിബക്ക് കല്ലുവരെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, അതിന്റെ ബില്ല് വരെ വാങ്ങിച്ചിട്ടുണ്ട്, അതിന്റെ ബില്ല് വരെ കൊടുത്തിട്ടുണ്ട്. അതുമാത്രവുമല്ല, ആ ഒരു പൊട്ട നുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് തിരിച്ചു കിട്ടുക ചെയ്തത്. അതായത് അൻസിബയെ വെള്ളരിക്കാരിയാക്കാനും അതുപോലെ അവീതക്കാരിയാക്കാനും ശ്രമിച്ച ഈ ലക്ഷ്മിപ്രിയക്ക് അതും തിരിഞ്ഞു വന്നിട്ട് എന്ന് പറഞ്ഞ് ഇവരുടെ മോന്തക്ക് തന്നെയാണ് കൊള്ളുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീയെ ഇപ്പോൾ ആരും കേൾക്കാനില്ല. ഈ സ്ത്രീ പറയുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ പച്ച നുണയും അതുപോലെ തന്നെ വർഗീയതയുമാണ്. ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ വർഗീയത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം ജിഹാദി എന്ന് പോലും വിളിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിനെ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ അഷ്റഫ് ഖാന്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാലോ, അദ്ദേഹത്തിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ന്യൂസുകളെല്ലാം പെട്ടെന്ന് കിട്ടുവാർന്ന് ഒരുപാട് സുഹൃത്ത് വലയങ്ങളുള്ള ഒരു ഇതാണ്. അപ്പൊ ഏതായാലും അന്ന് തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിൽ നടന്നത് എന്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതൊന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. 4 മാസങ്ങൾക്ക് മുൻപ് അമ്മയിലെ ഒരു അംഗത്തിൽ നിന്നും എനിക്കൊരു ഫോൺ കാൾ വരുന്നു. അൻസിബയും ലക്ഷ്മിപ്രിയയും തൃപ്പൂണിത്തറ വനിതാ പോലീസ് സ്റ്റേഷനിലുണ്ട്. അവിടെ അവർ തമ്മിൽ വലിയ വഴക്കും ബഹളവും ഒക്കെ നടക്കുകയാണെന്ന് ഞാൻ ചോദിച്ചു, എന്താണ് അതിനുള്ള കാരണം? അപ്പോൾ അയാൾ പറഞ്ഞു, ലക്ഷ്മിപ്രിയ ഗൾഫ് യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ അൻസിബ ഒരു മെസ്സേജ് അയച്ചു. അവിടെ നടന്നതൊക്കെ ഞാൻ അറിഞ്ഞു. അതിന്റെ ഫോട്ടോസ് ഒക്കെ പ്രചരിക്കുന്നുണ്ട്, അത് എനിക്കും കിട്ടിയിട്ടുണ്ടെന്ന്. ഇതിനിടെ ലക്ഷ്മിപ്രിയയുടെ ഫോണിന് എന്തോ കംപ്ലൈന്റ് വന്നപ്പോൾ അത് ശരിയാക്കാൻ എടുത്ത ഭർത്താവിന്റെ ശ്രദ്ധയിൽ
ഈ മെസ്സേജ് പെടുന്നു. അത് കണ്ടപാടെ, ആ വോയിസ് മെസ്സേജ് കേട്ടപാടെ, നീ അവിടെ എന്ത് ചെയ്യാനാടി പോയതെന്ന് അലറി ചോദിച്ചുകൊണ്ട് ക്രൂരമായി തല്ലി എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. ഈ കേട്ട വാർത്ത സത്യമാണോ എന്നറിയാൻ ഞാൻ തൃപ്പൂണിത്തറ വനിതാ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു ഇത് സത്യമാണെന്ന്. യഥാർത്ഥത്തിൽ ആ സമയത്ത് എനിക്ക് ലക്ഷ്മിപ്രിയയോട് സഹതാപമാണ് തോന്നിയത്. പിന്നീട് ഞാൻ ചെയ്ത വീഡിയോയിൽ, അതായത് 250ാമത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്ത് ഞാൻ ഈ വിവരം സൂചിപ്പിക്കുകയും ചെയ്തു. അതായത് അന്ന് നടന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ലക്ഷ്മിപ്രിയ ബാറിന്റെ ഒരു ഉദ്ഘാടനത്തിന് പോയിട്ട് തിരിച്ചു വരുന്നത്. ആ ഉദ്ഘാടനത്തിന് കൃത്യമായിട്ട് വരതയുണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. കാരണം അവരുടെയൊക്കെ പോസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് അൻസിബ ഹസനും കൂടി പങ്കെടുക്കേണ്ടതായിരുന്നു. ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞ് ഇവര് ഭയങ്കര ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ ആ ദുബായ് ആ ഒരു ഉദ്ഘാടനത്തിന്റെ അവരുടെ കൃത്യമായിട്ടുള്ള ഒരു വിവരം, അല്ലെങ്കിൽ അവരെ പറ്റി അന്വേഷിച്ചപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്വഭാവക്കാരല്ല, അവരുടെ പ്രശ്നങ്ങൾ പലതും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബ മെല്ലെ അങ്ങ് പിന്മാറി. ലക്ഷ്മിപ്രിയ അവിടെ പോകുന്നു. അവിടെ പോയതിന് ശേഷം എന്താണ് സംഭവിച്ചത് നമുക്കറിയില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടുന്ന് പല ആൾക്കാരും പോകുന്നുണ്ട്. പക്ഷെ ലക്ഷ്മിപ്രിയക്ക് മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് സംഭവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അവിടെ എന്തോ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവം എന്താണെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും ഇത് അറിയാവുന്നതാണ്. എന്താണ് സംഭവം എന്ന് ഇനി വ്യക്തമായിട്ട് നമ്മൾ പറയുന്നു വേണ്ട. കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് ഒരു എന്താ പറയേണ്ടത് ഒന്നങ്ങ് ചിന്തിച്ചു നോക്കിയാൽ മതി. കുടുംബം തകരേണ്ട ഒരു പ്രശ്നം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, അതുപോലെ തന്നെ ജയേഷ് അവരുടെ ഭർത്താവ് എന്ന് പറയുന്ന ആള് എടുത്തിട്ട് മർദ്ദിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പട്ടിയെ തല്ലുന്ന പോലെ തല്ലണമെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചിട്ടുണ്ടാകുക എന്ന് നമ്മൾ അതിനും മാത്രം ഓടൊന്നും വേണ്ട. അപ്പൊ ആ ഒരു മെസ്സേജ് വിട്ടത് അൻസിബയാണ്. അതുകൊണ്ട് തന്നെയാണ് അൻസിബയ്ക്കെതിരെ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തത്. ഈ പയ്യനാണെങ്കിൽ അത് കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? ഭാര്യയുടെ ഫോണ് എങ്ങനെയോ കേടായിപ്പോയി. ആ കേടായത് ഞാൻ നോക്കാടി എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഒരു മെസ്സേജ് കണ്ടത്. അതോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ വീട്ടിലെ പിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഏതോ ഒരു സിനിമയിൽ കണ്ടില്ലേ, ഈ മറ്റേ എന്താ പറയുക ജഗതിയും മറ്റേ അതുപോലെ തന്നെ വേറൊരു നടിയും തമ്മിലുള്ള ഒരു അടി കണ്ടില്ല, ആ അടി പോലെയായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അങ്ങനെ നടന്നത് എന്നാണ് പറയുന്നത്. ഏതായാലും അത് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ വരുന്നു. ആ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം വന്ന് കരയുന്നതോ പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേർപിരിയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ ഓൺലൈൻ മീഡിയാസിൽ വന്നിരുന്നു. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവര് പിന്നീട് നിഷേധിക്കുകയാണ് ചെയ്തത്. അത് അന്നേ എന്തെല്ലോ പ്രശ്നങ്ങൾ ഇവിടെ ജീവിതത്തിലുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് സുഹൃത്തെ വെറുതെയെങ്കിലും ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ഓരോ കാര്യത്തിൽ പോകുന്നത്? അത് നിങ്ങളൊന്ന് പറയാറുണ്ട്. വല്ല ആവശ്യമുണ്ടോ ഇന്ത്യക്ക്? അതാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും കുലസ്ത്രീയാണ്, പിന്നെ എന്തിനാണ് ഈ ഉദ്ഘാടനത്തിനും അതിനൊക്കെ പോകുന്നത്? എന്തായാലും ബാക്കി കേട്ടിട്ട് വരാം. ഇക്കയോട് ഈ വിവരം ആരാണ് പറഞ്ഞത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ നിന്നും ലഭിച്ച വിവരമാണെന്ന്. അപ്പോൾ ലക്ഷ്മിപ്രിയ എന്നോട് പറഞ്ഞു, ഞാൻ അവളോട് പറഞ്ഞു, അൻസിബയോട് പറഞ്ഞു, എന്റെ ഭർത്താവ് ജയേഷിനെ വിളിച്ച് നീ അയച്ച മെസ്സേജിൽ ഒരു സത്യവുമില്ല, ഞാൻ വെറുതെ തമാശക്ക് അയച്ചതാണെന്ന് ഒന്ന് പറയണമെന്ന്. എന്റെ കുടുംബജീവിതം ഇതിന്റെ പേരിൽ ആകെ പ്രശ്നത്തിലാണ്. ഇവിടെ ഇതിന്റെ പേരിൽ വലിയ വഴക്ക് നടക്കുകയാണ്. നീ ഇത് വെറുതെ അയച്ചതാണെന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് അവൾ വിളിച്ചു പറയാമെന്ന് എന്നോട് പറഞ്ഞെങ്കിലും അവൾ അത് ചെയ്തില്ല. പിന്നീട് ഞാൻ വിളിക്കുമ്പോഴൊന്നും എന്റെ ഫോണും എടുക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പോലീസിൽ പരാതിപ്പെട്ടത്. ഞാൻ വെറുതെ തമാശക്ക് അയച്ചതാണെന്ന് പറയണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ ഒരു ബുദ്ധി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് ആദ്യം ഇങ്ങനെ ഒരു മെസ്സേജ് കേട്ടപ്പോഴേ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുന്നേ അൻസിബയോട് വിളിച്ചു പറയുകയാണ്, അൻസിബ അത് വിടരുത്. എന്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞാൽ അൻസിബയുടെ കയ്യിലുള്ള തെളിവുകളെല്ലാം അൻസിബ പുറത്തു വിടണം. അതാ വേണ്ടത്. അതായത് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ തെളിവുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പുറത്തു വിടണം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോന്നുന്നത് പോലെ ജിഹാദി എന്ന് വിളിക്കുക, അതുപോലെ തന്നെ വളരെ മോശമായിട്ട് പെരുമാറുക, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൻസിബയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പരിപാടി ഇവർ കാണിച്ചത്, എന്തൊക്കെ സംഭവങ്ങൾ ഇവർ കാണിച്ചു. പക്ഷെ ഇതൊക്കെ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ബാക്കി അംഗങ്ങൾക്കെല്ലാം അറിയാം ഈ ലക്ഷ്മിപ്രിയ ആരാണ്, അൻസിബ ആരാണെന്ന് കൃത്യമായിട്ട് അറിയാം. അതിന്റെ ഒരു ശിക്ഷ തന്നെയാണ് ഇപ്പോൾ ലക്ഷ്മിപ്രിയ കൃത്യമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇവരുടെ ആ സ്വഭാവത്തിനാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എത്രമാത്രം ക്രൂരതയോട് കൂടിയിട്ടാണ് പറയുന്നത്. എൻ്റെ ഭർത്താവിനോട് നീ പറയണം, ഒരു വലിയ നുണ നീ പറയണമെന്ന്. അങ്ങനെ എനിക്ക് ചിരിക്കാനും കഴിയുന്നില്ല. എൻ്റെ ഭഗവാനെ, എന്തൊക്കെയാ കേൾക്കുന്നത്. ഈ സ്ത്രീ എന്തൊക്കെയാ പറഞ്ഞ് എന്തൊക്കെയായിരുന്നു. ഞാൻ വലിയ കുലസ്ത്രീയാണ്, ഞാൻ വലിയ മദ്യത്തിനെതിരെയാണ്, മയക്കുമരുന്നിനെതിരെയാണ്, മണ്ണാങ്കട്ടിയാണ്, തേങ്ങാ കൊല,
അതായത് ഇപ്പോഴും കേൾക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലേ? ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നമ്മൾ ഇനിയും അത് വെള്ളം തൊടാതെ വിഴുങ്ങാം. ഈ വിഷയത്തെക്കുറിച്ച് ലക്ഷ്മിപ്രിയ എന്നോട് സംസാരിച്ചപ്പോൾ അൻസിബയെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നതിനിടയിൽ അവൾ തീവ്രവാദിയാണിക്ക എന്ന് പറയുകയും ചെയ്തു. അത് അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ പറഞ്ഞു പോയതാണെന്നാണ് ഞാൻ കരുതിയത്. കൂടെ കൊണ്ടു നടന്ന പ്രിയപ്പെട്ട കൂട്ടുകാരിയെ കുറിച്ച് അവിഹിത കഥയും കൂടെ തീവ്രവാദി എന്ന വിളി കൂടി വന്നപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് കേട്ടില്ലേ? അതായത് കൂടെ കൊണ്ട് നടന്ന കൂട്ടുകാരികളെ അവിഹിത കഥകളെ ഇനി അത് പോരെങ്കിലും എന്ന് പറഞ്ഞാൽ ജിഹാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു, പിന്നെ ആരും മിണ്ടൂലല്ല. അതായത് അവള് ജിഹാദിയാണ്, അവള് തീവ്രവാദിയാണ്, അവൾ ഇതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്ന് പറഞ്ഞാൽ അവളോട് ആരും അടുക്കൂലല്ലോ. ഇതൊക്കെ സത്യത്തിൽ എന്ന് പറഞ്ഞ അമ്മായി എന്ന് പറയുന്ന ഒരു വലിയ സംഘടനയിൽ ഇതുപോലെയുള്ള പുഴുക്കുത്തുകളെ കൊണ്ടുവന്ന് കയറ്റി അവരെ വേണം ആദ്യം പിടിച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാട്ടവാട് കഴിയാൻ. അതാണ് വേണ്ടത്. അതായത് ഇതുപോലെയുള്ള പുഴുക്കത്തുകളെയും വിടുവായുത്തരങ്ങളെയും അതുപോലെ തന്നെ ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത കുറെ ടീമുകളെയും ഇവരെയൊക്കെ കൊണ്ടുവന്നിട്ടതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാതിരിക്കത്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്റെ ഭഗവാൻ, ഇയാൾ മമ്മൂട്ടിനെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് ദൈവത്തിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുപോലെ ദുൽഖർ സൽമാന്റെ പിന്നെ എന്താ അയാളിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാകും. ഇങ്ങനെയാണെങ്കിൽ അൻസിബേൻ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള പുഴുക്കുത്തുകളാണ് ഈ അമ്മ സംഘടന എന്ന് പറയുന്ന അതിൽ കയറിയിരിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എത്രമാത്രം മോശപ്പെട്ട കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു അബദ്ധമോ അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോ വന്ന ഒരു വാക്കുമല്ല. അൻസിബയെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവിടെയുള്ള ഒരുപാട് ആൾക്കാർ ചേർന്നിട്ട് ഇവർക്കെല്ലാം ഒരു പേര് ചാർത്തി കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ സമൂഹത്തിന് മുമ്പിൽ പലതും തുറന്നു പറയുന്നവരാണ്. ഇവരുടെ വായ അടപ്പിക്കണം, അതിന് ഇത് മാത്രമേ നമുക്ക് കഴിയുള്ളൂ എന്നുള്ള തരത്തിൽ ഇവർ പലതും കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യത്തിൽ അവർ കൊടുത്ത പരാതിയിൽ തന്നെ മറ്റൊരു ക്രൈം ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് അൻസിബ അയച്ച മെസ്സേജിനേക്കാൾ ഗൗരവമേറിയതാണ്. അവർ പറയുന്നത് അവരുടെ ഭർത്താവ് അവരെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചു എന്നാണ്. അവർ പറയുന്ന പ്രകാരം ഈ നിസാര പ്രശ്നത്തിന്റെ പേരിൽ അവരോട് ഇത്തരം ക്രൂരത കാട്ടിയ ഭർത്താവിനെതിരെ ഗാർഹിക പീഡനത്തിന് കേസെടുക്കേണ്ടതല്ലേ? ഞാനും ആലോചിക്കുന്നത്. അതായത് ഇത്രമാത്രം. പക്ഷെ വേറെ കാര്യമുണ്ട്. അതായത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ട് മാധ്യമപ്രവർത്തകരെങ്ങാനും ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഇതെന്റെ കുടുംബ കാര്യമാണ്, നിങ്ങൾ ഇടപെടണ്ടെന്ന്. ഇതെന്റെ കുടുംബ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട, നിങ്ങളെ കുടുംബ കാര്യത്തിൽ ഇടപെടണ്ട. എന്റെ ഭർത്താവ് എന്നെ തല്ലിയത്, ഞാൻ ഒരു കുലസ്ത്രീയാണ്. ആ കുലസ്ത്രീ പരിവേഷമിച്ചിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എന്റെ മോളെ, ഈ കുലസ്ത്രീമാരിൽ ഇങ്ങനെയാണോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ കുലസ്ത്രീ എന്ന് പറയുന്നത് പല കള്ളത്തരങ്ങളും മറക്കാനുള്ള ഒരു സംഭവമാണെന്നാണ് എനിക്കിപ്പോൾ തോന്നിയിരിക്കുന്നത്. അതായത് കുലസ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇല്ലെങ്കിൽ കുറച്ച് എന്താ പറയണ്ടേ ഭക്തിയുടെ മാർഗം സ്വീകരിച്ചു കഴിഞ്ഞാലോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഭാഗം എനിക്ക് എൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു തെറ്റായ ധാരണ തന്നെയാണ്. പക്ഷേ ലക്ഷ്മിപ്രിയയുടെ കാര്യത്തിൽ ആ ഒരു ധാരണ വരെ പോയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പറ്റിയിട്ടെന്ന് പറഞ്ഞാൽ BJPന്റെ നേതാവായ സന്ദീപ് എന്ന വജസ്പതി, അയാൾ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇവർക്ക് രക്ഷയില്ല. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, BJPക്കാരോടും അതുപോലെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിയെ നശിപ്പിക്കുന്ന ഇതുപോലെയുള്ള കുറച്ച് ടീമുകളുണ്ട്. ഉള്ള കാര്യം എന്താ പറയുന്നത്, ഇവറ്റകളെ പൊടിച്ച് പുറത്താക്കിയിട്ടില്ലെങ്കിൽ ജനങ്ങൾ പോലും നിങ്ങളെ വെറുത്തു പോകും. അതായത് ഇവരെ പോലെയുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു 10 പേരുടെ വെറുപ്പ് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്തിനാണ് വെറുതെങ്കിലും ഇതാണോ അങ്ങനെ വെറുപ്പ് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിയായിട്ടും ഇതൊരു 10 വോട്ടും കൂടി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ജനങ്ങൾക്ക് നിൽക്കാൻ പറ്റൂലായിരുന്നു. ഇനി അടുത്തത് നഷ്ടപരിഹാരമാണ് കേട്ടാ. മറ്റേ 10 കോടിന്റെ നഷ്ടപരിഹാരം എന്തായി? നേരെ പടച്ചുവിട്ട ലക്ഷ്മിപ്രിയക്കെതിരെ എത്ര കോടി രൂപയ്ക്കാണ് അൻസിബ കോടതിയെ സമീപിക്കേണ്ടത്? തുക ലക്ഷ്മിപ്രിയക്ക് തന്നെ തീരുമാനിക്കാം. അതായത് ഈ ലക്ഷ്മിപ്രിയ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ വന്നിട്ട് പറഞ്ഞു 10 കോടി രൂപയ്ക്ക് ഞാൻ കേസ് കൊടുക്കുക. ആ കേസിന്റെ കാര്യം എന്തായി പിന്നെ പറയുന്നതൊന്നും കേട്ടിട്ടില്ലല്ലോ. അല്ല, കേസിന്റെ എന്തെങ്കിലും വിവരം ആർക്കെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ. അല്ല, എനിക്കറിയില്ല ഇതെന്താ വിവരം കിട്ടിയെന്ന്. ഇതുവരെ ഒരു വിവരവും കിട്ടിയതായിട്ട് എനിക്കറിയില്ല. അപ്പൊ ലക്ഷ്മിപ്രിയ അന്ന് ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണോ? പിന്നീടാണ് ഇതിന്റെ ഗൗരവം മനസ്സിലാകുന്നത്. അതായത് ഇത്ര ശതമാനം അവിടെ കെട്ടിവെക്കണം, അങ്ങനെ ആ ശതമാനം ആരോടെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ കണക്കും കൊടുക്കേണ്ടി വരും. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഞാനൊന്നും അറിഞ്ഞില്ല, എനിക്കും അറിയാടാ, അങ്ങനെ പറഞ്ഞു പോയാൽ മതി. കാരണം എന്താ വെച്ചാൽ ആരും മനസ്സിലാക്കൂലല്ലോ. നന്ദി, നമസ്കാരം.